ഇതിന്റെ റീചാർജ് കഴിഞ്ഞിക്കണോന്നുണ്ടല്ലോ. വെരി 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 ഔക്കുറോ ബിരിയാണി, നല്ല നാടൻ ഔക്കുറോ ബിരിയാണി. തോന്നുമ്പോ കിട്ടൂല, കിട്ടുമ്പോ തിന്നോളി. ഔക്കുറോ ബിരിയാണി. മാക്രി ബിരിയാണിയോ? മാക്രി ബിരിയാണി അല്ലടോ, ഔക്കുറോ ബിരിയാണി. അവിടെ കയറൊക്കെ എന്നിട്ട് തിന്നിട്ട് പറയാം. വെരി 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 10 പൈസക്കില്ലാത്ത ബിരിയാണി വെച്ചുകൊണ്ട് ഔക്കുറു ബിരിയാണി. എങ്ങനെയുണ്ട് അംസ? ഉസാറല്ലേ? പൈസ പോയേ നീ മേലാക്കി ബിരിയാണി വെച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മോൾക്ക് വായിച്ചിട്ട് എന്റെ അംശം മല്ലിച്ചപ്പിലാ സേറിക്കണൂലേ? മല്ലിച്ചപ്പ് ഞാൻ ഒറ്റ കേറ്റൽ കഴിച്ചാണ്ടല്ലോ ഞാൻ റേഷൻ മീഡിയത്തെ അരിയോണ്ട് ബിരിയാണി വെച്ചിക്കാണ്ട്. ബിരിയാണി മോശമാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു ഇന്നലെ ചങ്ങായി. അതന്നല്ലേ അംശം പറഞ്ഞ് തിന്നല്ലേ തിന്നല്ലേ. ഞാൻ വിചാരിച്ചെന്നാ ടാറ്റയിലാണെന്നല്ലേ. ഈ മാക്രിയൊക്കെ ബിരിയാണി കണ്ടോ? ചിക്കൻ ബിരിയാണി ഉണ്ടോ? അതുകൊണ്ട് എനിക്കൊന്ന് നല്ലതെന്നാലോ. ബോംബെയിലായെന്ന് 80-85 കട്ടക്കാലല്ല കാലഘട്ടം. ബോസിന്റെ മകളെ കല്യാണത്തിന് 15 ചെമ്പ് ഇങ്ങനെ നിരത്തി വെച്ചിക്ക. അതിന്റെ നടുക്ക ഞാൻ ഇരിക്ക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലി, ചപ്പ് ഇങ്ങനെ എറിയല്ലേന്ന് ഞാൻ. അന്നൊന്നും ബോംബെയിൽ കല്യാണം പോയി പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അനൗൺസ്മെന്റ് ഇങ്ങനെ പോവായിരുന്നു. ഇന്ന് അംസയുടെ വെപ്പുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ കല്യാണത്തിന് വന്നിന്ന് അംസന്റെ വെപ്പുണ്ട് അല്ല വളക്കെടുത്ത് വെക്കാണ് അറിയണേ. അന്നൊക്കെ ബിരിയാണി ഒക്കെ പറഞ്ഞാൽ ബോംബെ ഗല്ലി മൊത്തം അടച്ചിടല്ലേന്നോ. സർക്കാർ ഓഫീസുകൾക്ക് മൊത്തം അവധി കൊടുത്തിരുന്നില്ല അംസന്റെ ബിരിയാണി ഇറക്കാണ്ട്. എന്താ അല്ല പച്ചവെള്ളം വേണമെന്ന് വെച്ചതാ. പച്ച പൊള്ളു പറയല്ലടാ ഞൗഞ്ഞ ഔക്രോ. അങ്ങനത്തെ ഒരു ചാതുള്ള ബിരിയാണി പിന്നെ നാട്ടിൽ നിന്ന് തിന്നക്കണേ മറ്റേ ഹോട്ടൽ കാറ്ററിംഗിന്റെ ബിരിയാണിയാണ്. അല്ലാതെ മനസ്സിനെ കളിയാക്കില്ല. അനക്കൊക്കെ നല്ല ബിരിയാണി തിന്നണമെന്നുണ്ടെങ്കിൽ വരുന്ന വല്യരുന്നാക്കേ. വരുന്ന വല്യമാക്കല്ല, വലിയ പെരുന്നാക്ക്. പെരക്കാരടങ്ങാറാക്കാതെ മലപ്പുറം താജ് ഓഡിറ്റോറിയത്തിലും കോട്ടക്കല് PM ഓഡിറ്റോറിയത്തിലും ഓഡൈൻ കാറ്ററിംഗ് ബിരിയാണിയാണ് വെക്കണു. ആണ് വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്തപ്പോ തന്നെ. അന്റെ ഈ ഓൽക്കോടി ബിരിയാണി അല്ലേ കൂട്ടി പരി പോ നോക്കണ ചങ്ങായി. കൊല്ലം കൊറേ ചാടി അടങ്ങിട്ട് നീച്ച് പോയാക്കാവുന്നത് എല്ലാം.